മറിച്ച് കാക്കനാട് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ഇന്ന് രാവിലെ ഏതാണ്ട് 8-9 മണി മുതൽ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. പക്ഷേ ഒരാൾ പോലും വന്നില്ല. 30 പേർക്കാണ് ഇവിടെ ഇന്ന് ടോക്കൺ നൽകിയിരുന്നത്. 30 പേർക്ക് ടോക്കൺ നൽകിയിരുന്ന സാഹചര്യത്തിൽ 9:30 മണിക്കാണ് സമയം നൽകിയിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വിജനമായി കിടക്കുന്ന കാക്കനാട് തൃക്കാക്കരയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടാണിത്. 9:30 മണിക്കാണ് ഈ ആളുകൾക്ക് ടെസ്റ്റിങ്ങിന് സമയം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയം വരെ ഉദ്യോഗസ്ഥർ കാത്തു. 9:30 മണിക്ക് സമയം നൽകിയിരുന്ന അപേക്ഷകരുടെ എല്ലാം പേര് വിളിച്ചുവെങ്കിലും ആരും എത്താതിരുന്നതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു. അതേസമയം ഒരു വിഭാഗം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അവരുടെ വാഹനങ്ങളുമായി എത്തിയിരുന്നു. പക്ഷേ ടെസ്റ്റിനോട് യാതൊരു കാരണവശാലും യാതൊരു തരത്തിലും സഹകരിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ നിലപാട്. ഒരുപക്ഷെ ഈ 30 പേർക്ക് ഇത്തരത്തിൽ ടോക്കൺ നൽകിയെങ്കിലും വാഹനം എവിടെ നിന്ന് ലഭിക്കും എന്നുള്ള ഒരു ആശങ്ക കൊണ്ടായിരിക്കാം ആളുകൾ എത്താതിരുന്നത്. അല്ലെങ്കിൽ മറ്റു പലയിടങ്ങളിലും പ്രതിഷേധം ഉയരുന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം. അതുമല്ലെങ്കിൽ സ്വന്തമായി വാഹനവുമായി എത്താൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കാം അപേക്ഷകർ എത്താതിരുന്നത്. മാത്രമല്ല, ചിലയിടങ്ങളിലെങ്കിലും ടെസ്റ്റുമായി സഹകരിക്കരുത് എന്ന് ഇത്തരത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും മറ്റും ഉദ്യോഗാർത്ഥികളോട് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും കാര്യം ഒരു അപേക്ഷകൻ അല്ലെങ്കിൽ ഒരു അപേക്ഷക പോലും എറണാകുളത്ത് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കാക്കനാട് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ എത്തിയിട്ടില്ല. ഇത് കൂടാതെ തന്നെ തൃപ്പൂണിത്തുറ പൂത്തോട്ടയിലടക്കം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ടെസ്റ്റിംഗ് സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം തന്നെ ഏതാണ്ട് സമാനമാണ് സ്ഥിതി. നിലവിൽ ഒരിടത്തും പ്രതിഷേധമോ മറ്റു വലിയ സാഹചര്യങ്ങളോ ഉണ്ടായിട്ടില്ല. കാരണം എറണാകുളത്തെ ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ കൂടുതലും പ്രവർത്തിക്കുന്നത് ഒന്നും തന്നെ കാര്യമായി ഡ്രൈവിംഗ് സ്കൂളുകളുടെ നേതൃത്വത്തിലല്ല, മറിച്ച് കരാറടിസ്ഥാനത്തിലും ഒക്കെയാണ്. KSRTCയുടെ സ്ഥലം പാട്ടത്തിനെടുത്ത് ടെസ്റ്റ് സംഘടിപ്പിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരുന്നത്. ടെസ്റ്റിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അപേക്ഷകർ എത്തിയില്ല എന്ന് മാത്രമേ ചുരുക്കത്തിൽ പറയാൻ സാധിക്കൂ. പക്ഷേ അപേക്ഷകർ എത്താത്തതിന് കാരണം എത്തിയാൽ തന്നെ ടെസ്റ്റ് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരാത്തത് കൊണ്ട് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ എത്താത്തത് എന്ന് നിസ്സംശയം പറയാം. അതേസമയം വരും ദിവസങ്ങളിലും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും അതുപോലുള്ള ആളുകൾ അവരുടെ സംഘടനകളുടെയും തീരുമാനം. തിങ്കളാഴ്ച ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു.